ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്നലെ നമ്മൾ അല്പസമയം സൂത്രേ മണിഗണൈവ എന്നൊരു വാക്യമാണ് വിഷയത്തിന് സ്വീകരിച്ചത്. സർവ വൈവിധ്യങ്ങളുടെയും അടിസ്ഥാനമായി ആസ്പദമായി നിലകൊള്ളുന്ന ഉമ്മ എപ്രകാരം വൈവിധ്യപൂർണങ്ങളായ മുത്തുകളെ ഒരു മാലയാക്കി ചേർത്ത് കോർത്ത് സൂത്രം നൂല് നിലകൊള്ളുന്നുവോ അതുപോലെ സകല നാനാത്വങ്ങളും സകല വൈവിധ്യങ്ങളും ഈ ഒരു അടിസ്ഥാന ഏകത്വത്താൽ കോർക്കപ്പെട്ടതാണ്. ഈ ഒരു വേദാന്ത സാരം നൽകുന്ന പ്രായോഗിക വീക്ഷണം അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ മേഖലകൾ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് വിഷയമാക്കിയത്. തുടക്കത്തിൽ പറഞ്ഞു, പ്രഭാഷണത്തെക്കാൾ പ്രാധാന്യം സംശയ നിവാരണത്തിനാണ് കൊടുക്കുന്നത്. പക്ഷേ സന്ദർഭവശാൽ ഇന്നലെ നമുക്ക് മറ്റ് ചില ചടങ്ങുകൾ കൂടി ഉണ്ടായതുകൊണ്ട് സംശയ നിവാരണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണെങ്കിൽ കുറേ കടലാസ് കാണുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ കുറിച്ച് തരിക. അറിയുന്നതാണെങ്കിൽ പറയും. ഈ പ്രഭാഷണം കേട്ട് എഴുന്നേറ്റ് പോയിട്ടൊരു കാര്യവുമില്ല. ഒരു കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല, വലിയ കാര്യമൊന്നുമില്ല, വലിയ പ്രയോജനമില്ല. പ്രായോഗികമായി നമ്മളിലുണ്ടാവുന്ന സംശയങ്ങൾക്ക് സമാധാനം കണ്ടെത്താനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നേരിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. വെച്ച ക്രമം നേരെ തിരിച്ചങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോഴാണ് ആദ്യം വെച്ചാളത് ആദ്യം കിട്ടുക. In Chadushloki Bhagavatam, second shloka mentions about Maya. What is this Maya? Why it is? Is attachment Maya? How we can overcome it?
നമ്മുടെ ഈ പരിപാടിയുടെ ഇംഗ്ലീഷ് പ്രഭാഷണം രാവിലെ ആയിരുന്നു. ഇത് മലയാളത്തിലാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് എഴുതി വെച്ച ആൾക്ക് മലയാളം അറിയാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഇംഗ്ലീഷ് പരിപാടി ഉണ്ടായിരുന്നു വൈറ്റ് ഫീൽഡിൽ. ഇവിടെ മായ എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിയാണ്. പരമാത്മ ശക്തി എന്ന് പറഞ്ഞാൽ പോരാ. അപ്പം നമ്മുടെ ഉള്ളിൽ തോന്നും ഭിന്നമായ എന്തോ ആണെന്ന്. ഈ വൈവിധ്യപൂർണമായ ജഗത്ത് വ്യക്തമായി നിയമിതമായി ഒരു ക്രമത്തിൽ ചലിക്കുന്ന ജഗത്ത് എവിടെ നിന്ന് ആവിർഭവിക്കുന്നു? എന്തിൽ നിലകൊള്ളുന്നു? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ ഋഷീശ്വരന്മാർ ചേതനാ സ്വരൂപത്തിൽ നിന്ന് മാത്രമേ ഈ ജഗത്ത് ആവിർഭവിക്കൂ എന്ന് സമർത്ഥിച്ച് നമുക്ക് പറഞ്ഞു തരും. പല സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. പരമാണുക്കളിൽ നിന്നാണ് ജഗത്തിൻ്റെ ആവിർഭാവമെന്ന് ചില സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് വെച്ചത് വൈശേഷികന്മാരാണ്. പ്രകൃതിയിൽ നിന്നാണ് ജഗത്തിൻ്റെ ആവിർഭാവമെന്ന് ചില ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാഖ്യം ഉദാഹരണമാണ്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിന് പറയാനുള്ളത് ചൈതന്യ സ്വരൂപത്തിൽ നിന്ന് മാത്രമേ ഈ ജഗത്ത് ആവിർഭവിക്കൂ. ആ പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് മായ എന്നൊരു തത്വത്തെ സ്വീകരിക്കേണ്ട ആവശ്യകത വരുന്നത്. ഞാൻ പറയുകയാണ്, ഞാനും എൻ്റെ വാക്ശക്തിയും അല്ലെങ്കിൽ അഗ്നിയും അതിൻ്റെ ഉഷ്ണതയും. ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നു. ചോദ്യം, ഞാനും എൻ്റെ വാക്കും ഭിന്നമാണോ അഭിന്നമാണോ? അപ്പോൾ ഒരാൾ പറയുകയാണ് ഭിന്നമാണ്. ഭിന്നമാണെങ്കിൽ ഞാനെന്തിനെ കഷ്ടപ്പെട്ട് പറയുന്നേ? പറയാണ്ട് തന്നെ നിങ്ങൾ കേൾക്കണ്ടേ? കാരണം ഭിന്നമായത് പ്രവർത്തിച്ചോളുമല്ലോ, ഞാൻ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ സ്വാമി അങ്ങനെയാണ്, എന്നാൽ പിന്നെ ഭിന്നമല്ല, അഭിന്നമാണ്. അഭിന്നമാണെങ്കിൽ ഞാൻ ഒട്ടും പറയേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ ധാതുശക്തി ഏറ്റവും നഷ്ടപ്പെടുന്നത് പ്രഭാഷണം കൊണ്ടാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ അമിതമായ സ്ത്രീഭോഗം പോലും. ഏറ്റവും അധികം ധാതുശക്തി നഷ്ടപ്പെടുന്നത് പ്രഭാഷണം കൊണ്ടാണ്. എന്തിനാ ഇതിന് നിൽക്കണത്? ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ കേൾക്കണ്ടേ അഭിന്നമാണെങ്കിൽ? ചിന്തിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും അഭിന്നമായി നിലകൊള്ളുന്നു, പക്ഷേ കാര്യത്തെ ചെയ്യുമ്പോൾ ഭിന്നമെന്ന പോലെ കാണപ്പെടുന്നു. ഒരാൾ പറഞ്ഞു, അഗ്നി കൊണ്ട് എനിക്ക് പൊള്ളലേറ്റു. വേറൊരാൾ പറഞ്ഞു, അഗ്നിയുടെ ഉഷ്ണം കൊണ്ട് പൊള്ളലേറ്റു, അഗ്നിയുടെ ചൂട് കൊണ്ട് പൊള്ളലേറ്റു. എടേ, അഗ്നിയുടെ ചൂടിൽ നിന്ന് ഭിന്നമായിട്ടൊരു അഗ്നിയെ അറിയോ? ചൂടില്ലാത്ത അഗ്നിയെ കണ്ടിട്ടുണ്ടോ? പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ചൂടും അഗ്നിയും അനന്യമാണ്. ചൂട് അഗ്നിയിൽ നിന്ന് അഭിന്നമാണ്. അനന്യവും അഭിന്നവുമാണെങ്കിലും കാര്യത്തെ ചെയ്യുമ്പോൾ ഭിന്നമെന്ന പോലെ
നിരൂപണം ചെയ്യപ്പെടുന്നു. ഇതുപോലെ പരമാത്മാവിൻ്റെ ജഗത് കാരണത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മ തത്വത്തിൻ്റെ ശക്തിവിശേഷത്തെ അനന്യയും അഭിന്നയും എന്നറിയണം. ഈ ജഗത് പ്രതിഭാസത്തെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ഭിന്നമെന്ന പോലെ, എന്ന പരമാർത്ഥത്തിൽ അഭിന്നമായി, അങ്ങനെയുള്ള ചൈതന്യ സ്വരൂപത്തിനാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അവിടെ രണ്ടാമത്തെ പ്രശ്നം അറ്റാച്ച്മെന്റ്, സംഘമാണോ മായ എന്ന? ഒരിക്കലും അല്ല. അജ്ഞാനം ഹേതുവായി സംഘം ഉണ്ടാവും. സംഘം അജ്ഞാനമല്ല, അജ്ഞാനം സംഘവും അല്ല. മായ എന്ന് പറയുമ്പോൾ അജ്ഞാനത്തിന് ഉപരിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പലപ്പോഴും തെറ്റായ പദപ്രയോഗം കൊണ്ട് മായ എന്ന് വെച്ചാൽ എന്തോ ഒരു ദോഷമാണ്, മായ എന്നുള്ളതിനെ നമ്മൾ ഇല്ലാതാക്കണം എന്നൊക്കെ ഒരു തോന്നൽ ചിലരുടെ ഉള്ളിലുണ്ട്. അങ്ങനെയില്ല. പരമാത്മാവിൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തി ഇത് തന്നെയാണ് വിദ്യ എന്നും അവിദ്യ എന്നും താമസീ പ്രകൃതി എന്നൊക്കെ 3 വിഭാഗങ്ങളിലേക്ക് തിരിയുന്നത്. അതിൽ അവിദ്യാബദ്ധരായിട്ടാണ് സ്വസ്വരൂപബോധമില്ലാതെ ജീവഭാവത്തിൽ കറങ്ങുന്നത്. എന്നാൽ വിദ്യാമായ സത്വപ്രധാനയായതുകൊണ്ട് അല്പം പോലും അജ്ഞാനമോ അജ്ഞാന കാര്യമോ ഉണ്ടാക്കുന്നില്ല. താമസീ പ്രകൃതിയാണ് പഞ്ചഭൂതങ്ങളുടെയും തദ്വാര സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും രൂപീകരണത്തിന് കാരണമാകുന്നത്. ഇതൊക്കെ ഒരു മായയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഈ ഭാവങ്ങളെ മുഴുവൻ ചേതനാവത്താക്കി പ്രവർത്തിക്കുന്നത് പരമാത്മതത്വമാകുന്നു. ഏതായാലും ആഴത്തിൽ പഠിക്കാനുള്ള ഒരു താത്പര്യം ഉണ്ടാവട്ടെ. വേദാന്ത ശാസ്ത്രത്തെ അതിൻ്റെ ശുദ്ധിയോടുകൂടി പഠിക്കും എന്നൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റൂ. ശരീരം നശ്വരമാണ്, ആത്മാവാണ് ജനനമരണങ്ങളില്ല എങ്കിൽ ആത്മാവിൽ നിന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എല്ലാ പ്രവൃത്തിയും ചെയ്യിക്കുന്നത് ആത്മാവല്ലേ? അപ്പോൾ നരകവും സ്വർഗവും മോക്ഷവും എന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേവലമായ ആത്മാവ് ഒരു പ്രവൃത്തിയും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. ന ജായതേ മ്രിയതേ വാ, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. കേവലമായ ആത്മതത്വം സർവ അധിഷ്ഠാനമായി നിലകൊള്ളുകയാണ്. സകല പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെയും അടിസ്ഥാനമായി. നീയുണ്ട്, ഞാനുണ്ട്, ബ്രഹ്മാവുണ്ട്, കൃമിയുണ്ട്, കീടമുണ്ടെന്ന് പറയുന്നിടത്ത് എല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്നതിനാസ്പദമായി നിലകൊള്ളുന്ന ഉണ്മയാണ് ആത്മസ്വരൂപം. അവിടെ ഒരു ക്രിയയുമില്ല, ഒരു ക്രിയയുമില്ല. ജനനവുമില്ല, മരണവുമില്ല, സ്വർഗവുമില്ല, മോക്ഷവുമില്ല, നരകവുമില്ല, ഒന്നുമില്ല. ആത്മാ കേവലമാണ്, അദ്വിതീയമാണ്. എന്നാൽ അടുത്ത ഘട്ടത്തിൽ പറയുന്നു, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് താദാത്മ്യപ്പെട്ട് എപ്രകാരമാണോ കണ്ണാടിയിൽ പതിയുന്ന പ്രതിബിംബം പോലെ ആത്മഭാവം പ്രതിഫലിക്കുന്നത്, ആ സന്ദർഭത്തിൽ നമ്മൾ ജീവാത്മാവെന്ന് പറയും. ദേഹി
ശരീരി, ജീവാത്മാ, ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ ആത്മതത്വത്തെ വിനിയോഗിക്കുന്നത് ഈ തലത്തിലാണ്. കേവലാത്മാവിനെ കുറിച്ചല്ല. കണ്ണാടിയിൽ പതിഞ്ഞ പ്രതിബിംബം പോലെ, സൂര്യപ്രതിബിംബം പോലെ ശരീര ഉപാധികളിൽ പ്രതിബിംബിക്കുന്ന ആത്മചൈതന്യത്തിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവഭാവം എപ്പോ നമ്മളിലുണ്ടോ അപ്പോ ഈ ഉപാധികളാൽ, ശരീരങ്ങളാൽ ചെയ്യുന്ന കർമ്മങ്ങൾ അവയോട് താദാത്മ്യഭാവം അറിയാതെ വന്നുകൂടുകയാണ്. ശരീരത്തോട് താദാത്മ്യപ്പെട്ട് ഞാൻ ആണ്, ഞാൻ പെണ്ണ്, ഞാൻ ബ്രഹ്മചാരി, ഞാൻ സന്യാസി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ വാനപ്രസ്ഥൻ, ഞാൻ കറുത്തിട്ട്, ഞാൻ വെളുത്തിട്ട്, ഞാൻ തടിച്ചിട്ട്, ഞാൻ മെലിഞ്ഞിട്ട്, എന്തെല്ലാം താദാത്മ്യങ്ങളാണ്. എപ്പോൾ നമ്മൾ മനസ്സിനോട് താദാത്മ്യപ്പെടുന്നുവോ, ഞാൻ മനസ്സിലാക്കുന്നവൻ, ഞാൻ സങ്കല്പിക്കുന്നവൻ, എപ്പോൾ ബുദ്ധിയോട് താദാത്മ്യപ്പെടുന്നുവോ അപ്പോൾ ഞാൻ അറിയുന്നവൻ അല്ലെങ്കിൽ അറിവില്ലാത്തവൻ. ഇങ്ങനെ അനേക താദാത്മ്യ ഭാവങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഈ ശരീരങ്ങളോട് താദാത്മ്യപ്പെട്ടിരിക്കുന്ന ജീവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അന്തഃകരണത്തിൽ, ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിലെ അന്തഃകരണത്തിൽ സംസ്കാരങ്ങൾ പതിയുന്നു. അത് മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ശരീരം കൊണ്ട് ചെയ്താൽ, നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ വാഗിന്ദ്രിയം കൊണ്ട് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചിന്തയെ നമ്മൾ ഉള്ളിൽ വളർത്തിയാൽ, ആ സമയത്ത് അതിൻ്റെതായ ഒരു സംസ്കാരം അന്തഃകരണത്തിൽ രൂപപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഇവിടുന്ന് ഞാൻ ആ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ്, അല്ലാതെ എൻ്റെ കാൽപ്പാട് പതിയിക്കാനല്ല. പക്ഷേ ഞാൻ ഒരു കാൽപ്പാട് വയ്ക്കുന്ന നിമിഷം അവിടെ പതിഞ്ഞു കഴിഞ്ഞു. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ അതുകൊണ്ട് പാടില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല മണം പിടിപ്പിക്കാൻ അറിയുന്ന പട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവ മണത്ത് തിരിച്ചറിയും. ഇതുപോലെ ചെയ്യുന്ന സമയം പിന്നത്തേക്കല്ല, അതിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ പതിയും. ഈ സംസ്കാരങ്ങൾ മുഴുവൻ ശേഖരിച്ച് വെക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലെ അന്തഃകരണത്തിലെ ചിത്തത്തിലാണ്. ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 വൃത്തികളുള്ളതിൽ ചിത്തത്തിലാണ് ഈ എല്ലാ സംസ്കാരങ്ങളും ശേഖരിക്കപ്പെടുന്നത്. ചിത്തത്തിനുള്ളിൽ ശേഖരിക്കപ്പെട്ട സംസ്കാരം ക്രമേണ വാസനയായിട്ട് മാറും. വാസന രൂപീകരിക്കപ്പെട്ടാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവും. ചിലപ്പോൾ പറയാറില്ലേ, പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും പറഞ്ഞു പോയി, ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും ചെയ്തു പോയി എന്നൊക്കെ പറയാറുണ്ട്. അതാരാ ചെയ്യിക്കുന്നേ, ആരാ പറയിക്കുന്നേ? ഭഗവാൻ. ഭഗവാൻ എന്തൊക്കെയാ തോന്നിക്കണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പറയണം. ഒരു ഭഗവാനും അല്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സഞ്ചയിച്ച് വെച്ചിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാസനയാണ്. വാസനാപ്രേരിതരായിട്ടാണ് നമ്മൾ സകല പ്രവർത്തനങ്ങളും ഈ ലോകത്ത് ചെയ്യുന്നത്. അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കർമ്മത്തിനനുസരിച്ച് സൂക്ഷ്മ ശരീരത്തിൽ സംസ്കാരങ്ങൾ വളരുകയാണ്. സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് താദാത്മ്യപ്പെട്ടിട്ടുള്ള ഭാവമാണ് ജീവാത്മഭാവം. ഈ ജീവാത്മഭാവം എത്ര കാലം വരെ ഉണ്ടോ അത്രയും കാലം വീണ്ടും വീണ്ടും സംസ്കാരത്തിനനുസരിച്ച് ജനിച്ചേ മതിയാവൂ, മരിച്ചേ
അവിടെ സ്വർഗം, നരകം, ഈ മനുഷ്യാനുഭവം എല്ലാം വരും. സ്വർഗവും നരകവും വേറെ എവിടെയാണോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇതിനാ വേറെ ആലോചിക്കണം. ഇവിടെ തന്നെ സ്വർഗവും നരകവും നമ്മൾ കാണുന്നെന്നിരിക്കെ പിന്നെ ഇപ്പോൾ വേറെ ഉണ്ടോയെന്ന് ആലോചിച്ച് പോകണ്ട. ഇല്ല എന്ന് പറഞ്ഞേക്കരുത്. വേറൊരു നരകവും ഇല്ല, വേറെ സ്വർഗവും ഇല്ല, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്നാരും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ അവനോട് ചോദിക്കാനുള്ളത് ഈ ലോകം മുഴുവൻ നീ മനസ്സിലാക്കിയോ എന്നാ. നമുക്ക് ആകെ ഒരു ഇട്ടാവട്ടം മാത്രമേ നമുക്കറിയൂ, അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല. എന്നിട്ടാണ് വലിയ അഭിമാനിച്ച് കഴിയുന്നത്. അത് ഇല്ല എന്ന് പറഞ്ഞേക്കരുത്, പക്ഷെ ഇവിടെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ സ്വർഗവും നരകവും മനുഷ്യലോകവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ അനുഭവങ്ങളിലൂടെ അവൻ മുന്നോട്ട് പോവുകയാണ്. ജീവാത്മാവിനെ സംബന്ധിച്ചാണ് ജന്മവും മരണവും സുഖദുഃഖ അനുഭവങ്ങളും മാനാപമാനങ്ങളും ശീതോഷ്ണങ്ങളും എല്ലാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമായിരിക്കുന്നതോ ദേഹങ്ങളോടുള്ള താദാത്മ്യം. ഇവിടെയാണ് തത്വജിജ്ഞാസുവായ സാധകൻ വിചാരത്തിലൂടെ ഈ ദേഹങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള തൻ്റെ വ്യക്തിത്വത്തെ സാക്ഷാത്കരിക്കുന്നത്. നേതി നേതി, ഇതല്ല എൻ്റെ സ്വരൂപം, ഇതെല്ലാം കരണങ്ങളാണ്, ഇതെല്ലാം ഉപാധികളാണ്, ഞാൻ ഇവയെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ വിശേഷമാണ് എന്ന തിരിച്ചറിവിൽ ശരീരങ്ങളുമായി എനിക്കുണ്ടായിരുന്ന താദാത്മ്യഭാവം വിട്ടകലുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് മോക്ഷം. അപ്പോൾ താദാത്മ്യ സംഘം, ബന്ധം, ആ ബന്ധത്തിൽ സുഖവും ദുഃഖവും മാനവും അപമാനവും സ്വർഗവും നരകവും ജന്മവും ഒക്കെ വരും. താദാത്മ്യം ഒഴിഞ്ഞാൽ മോക്ഷം. അങ്ങനെയുള്ള മുക്തപുരുഷന്മാരാണ് പരമാനന്ദ സ്വരൂപത്തിൽ സ്വയം വിലയിച്ച് അപാരമായ കൃപ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സകല ശാസ്ത്രങ്ങളെയും തന്നിട്ടുള്ളത്. സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മാവിനല്ല ഇതൊന്നും, ഇതെല്ലാം ശരീരങ്ങളോട് താദാത്മ്യപ്പെട്ടിരിക്കുന്ന ഉപാധിഗതമായ ആത്മാവിനാണ്. ആ ആത്മാവിനാണ് നമ്മൾ ജീവാത്മാവ് അഥവാ ദേഹി എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ജീവാത്മഭാവത്തിന് കാരണമായ ശരീരങ്ങളെ എന്തെന്ന് അപഗ്രഥിച്ച് ഇത് ഞാനാണോ എന്ന് അന്വേഷിച്ച്, അല്ല ഇതെൻ്റെ ഉപാധിയാണെന്ന് ഉറപ്പിച്ച് ദേഹങ്ങളിൽ നിന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ താദാത്മ്യ സംഘം താനേ ഒഴിയും. അതാണ് മോക്ഷം. അത് മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. മോക്ഷം മരിച്ചിട്ടല്ലേ അല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. സമത്വവും സമരസതയും തമ്മിലുള്ള വ്യത്യാസം വിശദമാക്കാമോ? സമത്വം ഭാവാർത്ഥത്തിലാണ് ത്വം, താ ഈ രണ്ട് പ്രത്യയങ്ങൾ പ്രവർത്തിക്കാറ്. ത്വം പ്രവർത്തിച്ചാൽ നപുംസകാവും, താ പ്രവർത്തിച്ചാൽ സ്ത്രീലിംഗാവും. ഇപ്പം സമതാ സ്ത്രീലിംഗ, അല്ലെങ്കിൽ സമത്വം നപുംസകലിംഗ, അർത്ഥം രണ്ടും തന്നെയാണ്. സമത്തിൻ്റെ ഭാവം. എന്താ സമത്വം? സമത്വം സമത്തിൻ്റെ ഭാവം. അത് വ്യത്യസ്തമാവാം. പല തലങ്ങളിൽ നമുക്ക് സമത്വത്തെ കാണാം. പല സമത്വം നമ്മൾ പറയാറുണ്ട്. വേതന സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം, ലിംഗസമത്വം. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, പക്ഷെ പറയണേ നമ്മൾ കുറയ്ക്കാറില്ല. ലിംഗസമത്വം,
അങ്ങനെ പല സമത്വം, എന്തൊക്കെ സമത്വമാണെന്നറിയില്ല, പലതും പറയുന്നുണ്ട്. ഈ സമത്വങ്ങളൊക്കെ നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപാധിയെ സംബന്ധിച്ചുള്ള സമത്വമായിരിക്കും, സമഭാവമായിരിക്കും. സമത്വം ഏറ്റവും ഉത്കൃഷ്ടമായ ആശയമാണ്. ഏത് തലത്തിലായാലും നല്ല ആശയമാണ്, ഏത് തലത്തിലായാലും. എന്നാൽ നമ്മുടെ ചിന്താതലം നിരൂപണം ഉയരുന്നതിനനുസരിച്ച് സമത്വത്തിൻ്റെ കൂടുതൽ 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 ഉയർന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ നിരൂപണം ചെയ്യായി. അങ്ങനെ നമുക്ക് എത്തിച്ചേരാനുള്ള പരമമായ തലം ആത്മൈകത്വമാണ്. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യ വിശേഷം ഏകമാണ്, അദ്വിതീയമാണെന്ന അറിവിലുണ്ടാകുന്ന സമത്വം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. സർവത്ര, സർവത്തിലും സമം പശ്യൻ, നിലകൊള്ളുന്നത് സമമാണെന്നറിയുന്നവൻ. ഒന്നുകൂടി സ്പഷ്ടമായി ഭഗവാൻ പറഞ്ഞു തരും, നിർദോഷം ഹി സമം ബ്രഹ്മ. ദോഷരഹിതമായ സമമാകുന്നു ബ്രഹ്മം, സർവത്തിലും സമം. സമോഹം സർവഭൂതേഷു, ഞാൻ സർവഭൂതങ്ങളിലും സമനാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള സമത്വം, അവിടെ കേവലം മനുഷ്യനിലെ സമത്വമല്ല, പിന്നെ സർവചരാചര പ്രപഞ്ചത്തിലും കുടികൊള്ളുന്ന സമത്വം. ഈ സമത്വം പരമമായ തത്വവിജ്ഞാനിയുടെ സ്വരൂപസ്ഥിതിയാണ്. ശ്രദ്ധിക്കുക, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ, അതിന് മേപ്പെട്ടും കീഴ്പ്പെട്ടും ഉള്ളതിനെയൊക്കെ കൂട്ടിക്കൊള്ളൂ, സർവത്തിൻ്റെയും സ്വരൂപം സമമാണെന്ന ബോധം, സമത്വം, സമഭാവം. ആ സമത്വത്തിൽ നിലകൊള്ളുന്നവൻ ബ്രഹ്മനിഷ്ഠനാണ്, സമത്വത്തിൽ നിലകൊള്ളുന്നവൻ മുക്തനാണ്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു, ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സ് സമഭാവത്തിൽ ഉറച്ചിരിക്കുന്നോ, സമത്വത്തിൽ ഉറച്ചിരിക്കുന്നോ, അവൻ ഇവിടെ സർഗത്തെ അതിക്രമിക്കുന്നു, അവൻ ഇവിടെ തന്നെ സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. അവനിനി ഈ കറക്കമില്ല, അവൻ കറക്ക് കമ്പനിക്ക് പുറത്താ. ഈ കറക്ക് കമ്പനി ഉണ്ടല്ലോ, ഇതിൻ്റെ പുറത്താവൻ. അതുകൊണ്ട് സമത്വം മോക്ഷമാണ്. സമരസത എന്ന വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ വ്യവഹാരത്തിൽ ഉദ്ദേശിക്കുന്നത് സമരസത, സാമൂഹിക സമരസത എന്ന് പറയുമ്പോൾ ബഹുസ്വരമായിരിക്കുന്ന ഒരു സമൂഹം, പല ചിന്താരീതികളും പല സിദ്ധാന്തങ്ങളും പല പ്രത്യയ ശാസ്ത്രങ്ങളും പല മതവിചാരങ്ങളും, ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമൂഹം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭിന്നങ്ങളായ പല പ്രസ്ഥാനങ്ങൾ, അവ ചേർന്ന് ഒരു രാഷ്ട്രമായി നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മെ ചേർക്കുന്ന, നമ്മെ ഏകീകരിക്കുന്ന ഏതെല്ലാം ഘടകങ്ങളോ അതിനെ മുൻനിർത്തി, അതിനെ കണ്ട്, അതിനെ പോഷിപ്പിച്ച്, നമ്മളെ ഭിന്നിപ്പിക്കുന്നതിനെ പോഷിപ്പിക്കാതെ ഏകതയുടെ
സമാധാനത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, ഉൾക്കൊള്ളലിൻ്റെ, പങ്കുവെക്കലിൻ്റെ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് സാമൂഹിക സമരസതയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെന്ന് പറയാം. സമത്വം ഉന്നതമാണ്, ഇതത്ര പറയേണ്ടതല്ല. ഈ സമരസത എന്ന് പറയുന്നത് വ്യാവഹാരികമായൊരു ശബ്ദമാണ്. സമരസതയാണ് ലോകത്തിൻ്റെ സൗന്ദര്യം. സമരസതയാണ് സംസ്കാരങ്ങളെല്ലാം മുന്നോട്ട് വച്ചത്. സംസ്കാരങ്ങൾ അതേതോ ആവട്ടെ, പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് പലതും നമുക്ക് പറയാൻ പോലും പറ്റാത്തത്ര നമ്മൾ അകന്നു പോയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ഇന്ന് മതരാഷ്ട്രമാണ്. ഗ്രീക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്രീസിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. റോമൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ റോമിൽ മതാധിഷ്ഠിതമായ രീതിയാണ്. അവിടെ സംസ്കാരം നമ്മൾ കാണുന്നില്ല, റിലിജ്യനാണ് കാണുന്നത്. മായൻ സംസ്കാരത്തെ, ഇൻകോ സംസ്കാരത്തെ പഠിച്ച് ആവേശത്തോടു കൂടി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കത് കാണാനില്ല. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമോ ബബിലോണിയൻ സംസ്കാരമൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിലുണ്ടെന്നല്ലാതെ. പക്ഷെ ഒന്ന് പറയാം, പ്രാചീന സംസ്കാരങ്ങളെല്ലാം വൈവിധ്യങ്ങളെ ആദരിച്ചവയായിരുന്നു. സംസ്കാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മതങ്ങളാണ്. സംസ്കാരം, മതം ഇവ തമ്മിലുള്ള വ്യത്യാസം കാടും തോട്ടവും പോലെയാണ്. കാടെന്ന് പറയുമ്പോൾ അവിടെ വൈവിധ്യപൂർണങ്ങളായ സസ്യങ്ങൾ, വൈവിധ്യപൂർണങ്ങളായ ജീവരാശികൾ, വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽക്കൊടികളും, പലതരത്തിൽപ്പെട്ട ജീവവൈവിധ്യങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ സഹവസിക്കുന്ന മനോഹരമായ പ്രദേശമാണ് വനം. അവിടെയുള്ള വൃക്ഷവൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ വെട്ടി മാറ്റുന്നു, വേരോടുകൂടെ പിഴുതെടുക്കുന്നു. അതെല്ലാം ചുട്ട് കത്തിച്ച് വെണ്ണീറാക്കുന്നു. അത് കഴിഞ്ഞ് ഭൂമി നിരപ്പാക്കാനുള്ള യന്ത്രം കൊണ്ടുവന്ന് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അവിടെ ഏതെങ്കിലും ഒരു വൃക്ഷത്തൈ നടുന്നു. തേക്കിൻ തോട്ടം, സുബാബുൽ തോട്ടം, എക്കേഷ്യ തോട്ടം, യുക്കാലിപ്റ്റസ് തോട്ടം, മുളം തോട്ടം. പച്ചപ്പൊക്കെ ഉണ്ടാവും കാണാൻ, പക്ഷേ തോട്ടം ഒരിക്കലും കാടല്ല. കാട് ശീതളമാണ്, കാട് സുന്ദരമാണ്, കാട് ശാന്തിയെ തരുന്നു. തോട്ടം ശീതളമല്ല, ഊഷരമാണ്. ഏകമുള്ള തോട്ടങ്ങൾ, സാംസ്കാരിക വൈവിധ്യങ്ങളെ മുഴുവൻ നിഷേധിച്ച് ഏകമുള്ള തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് മതത്തിൻ്റെ സിദ്ധാന്തം. യാതൊരു സംശയം പറയുന്നതിനില്ല. ഇപ്പം ശരിയായി നമ്മൾ സംസ്കാരത്തെ
അടിസ്ഥാനമായ ധർമ്മത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ സമരസത എന്നുള്ളത് നമ്മളിൽ പുലരുക. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും ധർമ്മത്തിൻ്റെ സമരസതയുടെ സന്ദേശത്തെ ആവുന്നത് പ്രസരിപ്പിക്കുക എന്നുള്ളത്. നീ നിന്റെ വിശ്വാസത്തിലും ആചാരത്തിലും കഴിഞ്ഞോളൂ, ഞാൻ അതിലേക്ക് വരുന്നില്ല, നിന്നെ ഞാൻ ഇതിലേക്ക് വരുത്തുന്നുമില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൽ യാതൊരു കുറവുമില്ല. നമുക്കൊന്നിച്ച് ഭൂമിയിൽ ഈ സമൂഹത്തിൽ സഹവസിക്കാം. ഈ ഭൂമിയെ നമുക്ക് സുന്ദരമാക്കി നിലനിർത്താം. ഈ ഒരു ഭാവന ആവുന്നത് പ്രചരിപ്പിക്കുക. ഈ ഭാവനയെ പ്രചരിപ്പിക്കുന്നവരുമായി എങ്ങനെയെങ്കിലും സഹകരിച്ച് അതിനെ കൂടുതൽ കൂടുതൽ പ്രസരിപ്പിക്കുക. നമ്മുടെ വർത്തമാന കാലത്തിലെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. കാരണം ഈ സാമൂഹ്യ സമരസതയെ തീർത്തും ഇല്ലാതാക്കി ഏക വിളത്തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ വാക്ക്, അന്ന് സ്വാമിജി പറഞ്ഞ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി 3 ബികളിലൂടെ എന്നാണ് പറഞ്ഞത്: ബൈബിൾ, ബ്രാൻഡി ആൻഡ് ബയനറ്റ്. ഇസ്ലാം 2 കെകളിലൂടെ എന്നാണ് സ്വാമിജി പറഞ്ഞത്: ഖുറാൻ ആൻഡ് നൈഫ്. ഇന്ന് അവരും രീതി മാറ്റി. എങ്ങനെയെങ്കിലുമൊക്കെ ഏക മതവിശ്വാസത്തിലേക്ക്, ഏക ആചാരത്തിലേക്ക് ഈ ലോക സമൂഹത്തെ ആകർഷിക്കാനുള്ള പദ്ധതികൾ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എത്ര ഭംഗിയുള്ള പൂവായാലും ഒറ്റ ചെടി മാത്രം വളർത്തപ്പെട്ടത് അത് മനോഹരമായ ഉദ്യാനമായി കൂട്ടില്ല. നല്ല ഭംഗിയുള്ള പൂവാ സൂര്യകാന്തി. പക്ഷേ എണ്ണ എടുക്കാൻ വേണ്ടി സൂര്യകാന്തി വളർത്തുന്ന തോട്ടങ്ങൾ ധാരാളമുണ്ട്. ആന്ധ്രയിലും കർണാടകയിൽ തന്നെയും ആന്ധ്രയിൽ ധാരാളം തോട്ടങ്ങൾ കാണാം. വിടർന്നു നിൽക്കുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. മനോഹരമായാണ് കാണാൻ. പക്ഷേ എത്ര മനോഹരമായാലും അത് പൂന്തോട്ടമെന്ന് പറയപ്പെടില്ല. പൂന്തോപ്പല്ല അത്. ഈ ലോകം മനോഹരമായൊരു പൂന്തോപ്പായിരിക്കണം. അവിടെ വൈവിധ്യപൂർണങ്ങളായ സസ്യങ്ങൾ വേണം. നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞോളൂ, നീ നിന്റെ ആചാരത്തിൽ ഉറച്ചു കഴിഞ്ഞോളൂ, ഞാൻ എൻ്റെ ആചാരത്തിലും. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് യാതൊരു ന്യൂനതയുമില്ല. അവിടെ സമരസത നിലകൊള്ളണം. സമത്വം ഈ ലോകത്തിന് ഉയർന്ന അവസ്ഥയാണ്. അതും പരമമായ ആത്മീകത്വത്തെ ദർശിക്കുന്ന സ്ഥിതിവിശേഷമാണ്. സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് മനുഷ്യന് ഭൂഷണമല്ലെന്ന് ഗീതയുടെ പ്രഥമ ഭാഗങ്ങളിലും സർവധർമ്മങ്ങളും പരിത്യജിച്ച് എന്നിൽ ശരണം പ്രാപിച്ചാൽ മുക്തി ലഭിക്കുമെന്ന് പിന്നീടും ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു. വ്യക്തമാക്കി തരുമോ? വ്യക്തമാണ്. ധർമ്മം ഈ പ്രപഞ്ചത്തെ ചേർത്ത് കോർത്തു നിർത്തുന്നതാണ്. ആ ധർമ്മമൂല്യത്തെ മനസ്സിലാക്കി നമ്മൾ നിത്യവും പാലിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. സ്വധർമാനുസൃതമായ കർമ്മങ്ങളെ
സദാ അനുഷ്ഠിച്ചു കഴിയണം. ധർമ്മത്തിൻ്റെ, ധർമാചരണത്തിൻ്റെ മഹിമയെ ഭഗവാൻ ആവർത്തിച്ചുപദേശിക്കും. അർജുനനെ നിമിത്തമാക്കിയിട്ട്. എന്നാൽ ഒന്നറിയുക, ഈ ധർമ്മവും വ്യാവഹാരികം മാത്രമാണ്. ഈ ധർമ്മവും ആപേക്ഷികം മാത്രമാണ്. നിരപേക്ഷമായ പാരമാർത്ഥിക തലത്തിൽ ധർമ്മമില്ല. മുള്ളുകൊണ്ട് മുള്ളെടുത്ത് കഴിഞ്ഞാൽ രണ്ട് മുള്ളും നമുക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കുകയല്ല, ഉപേക്ഷിതമാവുകയാണ്. അഴുക്കുകൊണ്ട് അഴുക്ക് നീക്കിയാൽ രണ്ടഴുക്കും അപ്രസക്തമാണ്. അഴുക്കുകൊണ്ട് അഴുക്ക് നീക്കാനോ? അതെ, നമ്മൾ വസ്ത്രം അലക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് അഴുക്കാണ്. എന്താ സ്വാമി പറഞ്ഞത്, വലിയ ചില്ലാനം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന സാധനം എന്ന ഒരു കാര്യം ചെയ്തോളൂ. ഇന്ന് നല്ല മുഷിഞ്ഞ വസ്ത്രം സോപ്പിട്ട് അലക്കുക, അഴുക്കൊക്കെ നീങ്ങിയേ, എന്നിട്ട് അതേപടി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. നോക്കൂ, അഴുക്ക് കൂടിയോ കുറഞ്ഞോ എന്ന്. കൂടിയിട്ടുണ്ടാവും. വട്ടം വട്ടമായിട്ട് അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടാവും അഴുക്ക്. സോപ്പാകുന്ന അഴുക്ക് കൊണ്ട് വസ്ത്രത്തിലുണ്ടായിരുന്ന അഴുക്ക് നീക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളത്തിലിട്ട് നമ്മൾ ആ അഴുക്ക് രണ്ടും നീക്കിക്കളയും. ധർമാചരണത്തിലൂടെ അധർമ്മത്തെ ജയിച്ചാൽ ധർമ്മം അപ്രസക്തമായി തീരും. പക്ഷേ അതേതാ തലമെന്ന് മനസ്സിലാക്കണം. അത് പ്രാഥമിക തലമല്ല. അതുകൊണ്ട് ഭഗവാൻ 18 അധ്യായങ്ങൾ ഉപദേശിച്ച ഒടുവിലാണ് സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞത്. ആദ്യമല്ല. ആദ്യമൊക്കെ ധർമ്മമഹിമയാ പറഞ്ഞത്. കുരു കർമ്മൈവ തസ്മാത്വം, കാര്യം കർമ്മ സമാചര എന്ന് ആവർത്തിച്ച് ധർമ്മത്തെ ഉപദേശിച്ചു. എന്ന് മാത്രമല്ല, സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മത്തിനു വേണ്ടി മരിക്കുന്നത് പോലും ശ്രേയസ്കരമാണ്, പരധർമ്മം ഭയാവഹമാണ് എന്ന് പറഞ്ഞു. അത് ശരീര താദാത്മ്യത്തോടുകൂടി ധർമാചരണത്തിലൂടെ ഉയരേണ്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച ഉപദേശമാണ്. എന്നാൽ അയാൾ തന്നെ ക്രമികമായി ധർമാചരണത്തിലൂടെ ഉയർന്ന് ചിത്തശുദ്ധിയും ഏകാഗ്രതയും സമ്പാദിച്ച് തത്വവിചാരത്തിലേക്ക് പ്രവേശിച്ച് പരമസത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയരുമ്പോൾ ധർമ്മം അപ്രസക്തമായി തീരും. ഒരു മൊട്ട് പൂവായി വിടരുന്ന പ്രക്രിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് സുന്ദരമാണ്, എന്ത് അത്ഭുതമാണ്. സുന്ദരമാണെന്നാൽ അംഗീകരിക്കും. എന്താ അതിൽ അത്ഭുതമുള്ളത്? അത്ഭുതം അല്ലാണ്ട് എന്താ? അതിലോലമായ ആ പൂമൊട്ടിൻ്റെ ദളങ്ങളുടെ അപേക്ഷയിൽ വലിയൊരു അന്തരീക്ഷ സമ്മർദ്ദത്തെയാണ് അത് വകഞ്ഞ് മാറ്റി വികസിക്കുന്നത്. അങ്ങനെ വികസിച്ചതൊരു പുഷ്പമായി തീർന്നു. ആ പുഷ്പത്തിൽ ഏത് വണ്ട് വന്നിരുന്നാലും ഒരു പ്രശ്നമില്ല, ഏത് തേനീച്ച വന്നിരുന്നാലും ഒരു പ്രശ്നമില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മാടി വിളിച്ചുകൊണ്ട് ആ പുഷ്പദളങ്ങൾ നിലനിൽക്കുകയാണ്. ശരി, ഉള്ളിൽ കായ രൂപപ്പെട്ട് കഴിഞ്ഞു, പുഷ്പത്തിൻ്റെ സഫലതയിലേക്ക് ആയി കഴിഞ്ഞു.
ഇപ്പം നമുക്ക് കാണാം ആ ദളങ്ങൾ കൊഴിഞ്ഞു പോകും. ഇപ്പൊ കായ, അതിനുള്ളിലെ വിത്തിനെ നിലനിർത്തിക്കൊണ്ട് കായ. കാലം മുന്നോട്ട് പോയി, വിത്തുകൾ അകത്ത് പാകപ്പെട്ടു. വിത്ത് ഉള്ളിൽ പാകപ്പെട്ട സമയത്ത് കായയുടെ പുറന്തോട് പൊട്ടിപ്പൊളിയാണ്. ഇതെന്തൊരു അത്ഭുതം! അത് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഇവിടെയും. ധർമാചരണം കൊണ്ട് അധർമ്മത്തെ ജയിച്ച്, ധർമ്മം കൊണ്ട് മനുഷ്യ ജീവിതത്തെ ആക്കുമ്പോ ധർമ്മം അപ്രസക്തമായി തീർന്നു. അപ്രസക്തമായ കൊഴിഞ്ഞു പോവും. നൈവ ധർമ്മീ നചാധർമ്മീ നചൈവ ഹി ശുഭാശുഭി എന്ന് അനുഗീതയിൽ പ്രഖ്യാപിക്കും. ധർമ്മിയല്ല അധർമ്മിയല്ല, ശുഭിയല്ല അശുഭിയല്ല. ഇപ്പൊ സാധാരണ നമ്മൾ ലോകത്തിൽ എന്താ പറയുക? നീ ശുഭം ചെയ്യണോട്ടോ, ശുഭം സങ്കല്പിക്കാനോട്ടോ. പക്ഷെ അവിടെ ശുഭവും ഇല്ല അശുഭവും ഇല്ല. ആ പരമമായ അവസ്ഥയിലാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് വ്യാവഹാരിക തല അല്ല, അത് പാരമാർത്ഥിക തല. ഗീതയിലുടനീളം ഈ രണ്ട് തലങ്ങളെയും നമുക്ക് കാണാം. ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നു കൂടി പറയാതിരുന്നാൽ അത് ദോഷമായിരിക്കും. ഗീത, ഭഗവത്ഗീത സർവവേദസാരമാണ്. വേദം രണ്ട് കൈവഴികളിലാണ് നിലകൊള്ളുന്നത്: പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം. ഓരോ വ്യക്തിയും അവനവൻ്റെ ഗുണഘടനയ്ക്കും അവസ്ഥയ്ക്കും അനുസരിച്ച് കർമ്മങ്ങളെ ചെയ്ത് ക്രമികമായി ആശ്രമങ്ങളിലൂടെ പരമമായ സത്യാന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മനിഷ്ഠയിലേക്ക് ഉയരുന്ന മാർഗമാണ് പ്രവൃത്തി മാർഗം. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പഠനങ്ങളിൽ ഏർപ്പെട്ട് ബ്രഹ്മചാരിയായി കഴിഞ്ഞ് എന്തിനാണ് ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച്, അതിനു മുമ്പ് വിവാഹം കഴിക്കരുതേ, കുത്തൊഴുക്കിൽപ്പെട്ടതാവരുതേ. നമ്മൾ ഒരു പ്രായമാകുമ്പോൾ എല്ലാവരും കല്യാണം കഴിക്കേണ്ടത്, ഞാനും കഴിച്ചു കളയാം. എന്തിനാ കഴിക്കണമെന്നറിയില്ല, എന്തിനാ കല്യാണം എന്നറിയില്ല, പിന്നെ എങ്ങനെ ജീവിതം കല്യാണമാവുക? അപ്പോഴാ കല്യാണം കഴിച്ചു എന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടുക, അത്രയേ ഉള്ളൂ. അല്ല, അറിവോടുകൂടി വേണം. അവിടെ നിത്യനൈമിത്തിക കർമ്മങ്ങളെ അനുഷ്ഠിച്ച് സ്വത്ത് സമ്പാദിച്ച് കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ച് കുശലതയോടുകൂടി കരുത്തോടുകൂടി കുടുംബത്തെ നിലനിർത്തി നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും അനുഷ്ഠിച്ച് സന്താന ഉൽപാദനം ചെയ്ത്, സന്താനങ്ങൾ ഉണ്ടാവരുത്, ഒരു കുടുംബത്തിലും സന്താനം ഉണ്ടാവരുത്, സന്താനത്തെ ഉണ്ടാക്കി, താല്പര്യം കാമത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആവരുത് സന്താനം, ധർമ്മത്തിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. ഉപോത്പന്നമാകരുത് സന്താനം, ഉത്പന്നമായിരിക്കണം. അവരെ പഠിപ്പിച്ച് വളർത്തി ഈ ജീവിതഭാരങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തരാക്കി. ഈ കാലാവുമ്പോഴത്തേക്ക് നമുക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. നര വന്നിട്ടുണ്ടാവും, ജര വന്നിട്ടുണ്ടാവും, പല്ല് പതുക്കെ യാത്രയാവുന്നുണ്ടാവും. ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പതുക്കെ സൂചനകൾ പിൻപറ്റി ജീവിക്കാൻ പഠിക്കുക. അടുത്തതിലേക്ക് പോവാൻ സമയമായി എന്ന് ഉറപ്പിക്കുക. അങ്ങനെ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോയി തീർത്തും ഉപാസനകൾ അനുഷ്ഠിച്ച് ഏകാഗ്രത വളർത്തി വിവേക വൈരാഗ്യങ്ങൾ പൂർണ്ണമായാൽ സന്യസിക്കാം. ഈ മാർഗമാണ് പ്രവൃത്തി മാർഗം. എന്നാൽ ഏത് അവസ്ഥയിൽ നിന്നോ ഏത് ഗുണഘടനയിൽ നിന്നോ ആവട്ടെ,
വിവേക വൈരാഗ്യങ്ങൾ പരിപൂർണമായി കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം മാത്രം ലക്ഷ്യം എന്ന ബോധമുറച്ചാൽ ഒരാൾക്ക് സന്യസിക്കാം. ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യസിക്കാം, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യസിക്കാം, നേരത്തെ പറഞ്ഞ പോലെ വാനപ്രസ്ഥാശ്രമത്തിൽ നിന്നും സന്യസിക്കാം. ഇതാണ് നിവൃത്തി മാർഗം. ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ചുമാണ് വേദം വിശദീകരിക്കുന്നത്. അതിൽ ഭഗവത്ഗീതയിൽ ഈ ഉപദേശം അർജുനനോടുള്ളതാണെന്നതിനാൽ ഏറെ വർണ്ണിച്ചത് പ്രവൃത്തി മാർഗമാണ്. കാരണം അർജുനൻ നിവൃത്തി മാർഗത്തിന് അധികാരിയല്ല. എങ്കിലും ശാസ്ത്രോപസംഹാരത്തിൽ നിവൃത്തിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വേദസാരമാകില്ല എന്നുള്ളതുകൊണ്ട് ഭഗവാൻ നിവൃത്തിയെക്കുറിച്ച് ചെറിയൊരു വാക്യത്തിൽ ഒതുക്കി. സർവധർമാൻ പരിത്യജ്യ. ഒരുപാട് വിസ്തരിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അർജുനൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഭഗവാനോട്, ഭഗവാനെ, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. ഹേ ഭഗവാനെ, ഈ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വങ്ങളെ എനിക്ക് വിസ്തരിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന്. എന്തൊരു പരിപാടിയാണ് ഭഗവാൻ ചെയ്തതെന്നറിയോ? അര ശ്ലോകത്തിൽ ഒതുക്കി കളഞ്ഞു സന്യാസം. എന്നിട്ട് 70 ചില്ലുവാൻ ശ്ലോകങ്ങളിൽ ത്യാഗം. അവസാനം ഒരര ശ്ലോകവും. അപ്പം അരയും ഒരു ശ്ലോകമേ ഭഗവാൻ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെയും പ്രവൃത്തിയെക്കുറിച്ചാണ്. കാരണം വെറുതെ അധികാരമില്ലാത്ത കേട്ടിരിക്കണതിന് അർജുന, നിനക്കിപ്പോൾ സന്യാസത്തിന് അധികാരമായിട്ടില്ല. അപ്പോൾ എന്നാലും ചോദിച്ചാൽ പറയാതിരിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് 2 വാക്കിൽ ഒതുക്കി. ഒന്ന് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം എന്ന്, 2 സർവധർമാൻ പരിത്യജ്യ. ബാക്കി മിണ്ടിയില്ല സന്യാസത്തെക്കുറിച്ച്. ശ്രദ്ധിക്കുക. ഋതുവായ സമയത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശം നിഷിദ്ധമാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ? ഇതിപ്പോൾ എന്തിനാ ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യം? ക്ഷേത്രം, യജ്ഞസ്ഥലി ഒക്കെ തന്നെ അതിൻ്റെ പരിശുദ്ധി പാലിക്കേണ്ടതാണ്. ആർത്തവ സമയത്ത് സ്ത്രീയിൽ അശുദ്ധി ഉണ്ട് എന്നുള്ളത് സ്ത്രീക്കറിയാം. അതുകൊണ്ട് മന്ത്രജപത്തിനോ നാമജപത്തിനോ ഒരു മുടക്കവും ഇല്ല. പക്ഷേ ശുദ്ധി പാലിക്കേണ്ടുന്ന യജ്ഞസ്ഥലികളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ആർത്തവ ദിവസങ്ങളിൽ അതുകൊണ്ട് ആചാര്യന്മാർ വിലക്ക് പറഞ്ഞു. അത് അശുദ്ധി മാനിച്ചിട്ടാണ്. അശുദ്ധി ഇല്ല എന്നാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പോവാം, വിരോധമൊന്നുമില്ല. അശുദ്ധി ഉണ്ടെന്നുള്ളത് സ്ത്രീക്ക് അറിയാം, പിന്നെന്താ കുഴപ്പം? അതേ സമയത്ത് ജപത്തിനോ മന്ത്രോപാസനയ്ക്കോ ഒരു തടസ്സവും ഇല്ല. കേവലം ക്ഷേത്രത്തിൽ പോവാതിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ, നീ അതും പറയണം. ആർത്തവ ദിവസങ്ങളിൽ പരിപൂർണമായി വിശ്രമിക്കണം എന്നാണ് നമ്മൾ പറയുക. സ്ത്രീകൾ ആർത്തവ ദിവസത്തിൽ ഒരു പണി കൊടുക്കരുത്. കാരണം നോക്കൂ, ഈ പ്രകൃതി നമുക്ക് തരുന്ന ഓരോ സൂചനയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഓരോ സൂചനയും വിശ്രമിക്കേണ്ടപ്പോൾ വിശ്രമിക്കാനുള്ള സൂചന പ്രകൃതി തരുന്നുണ്ട്. ഇപ്പം പനി വരണമെന്ന് വിചാരിച്ചോളൂ, നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പനി വരുന്നുണ്ടല്ലോ, തണുക്കുണ്ട്, എന്നാൽ പിന്നെ എവിടെയെങ്കിലും പുതച്ച് മൂടി കിടക്കാം, വിശ്രമിക്കാം, ഓരോരോ പരിപാടിയും വേണ്ടാന്ന് ഉള്ളെന്ന് തോന്നും. അതങ്ങ് പാലിച്ചു വെച്ചാൽ മതി. പ്രകൃതി തരുന്ന ഓരോ സൂചനയെ പിൻപറ്റിയാൽ നല്ലതാ. അപ്പോൾ സൂചന തന്നു, അശുദ്ധി വരുന്നു, എന്നാൽ പിന്നെ ശുദ്ധത പാലിക്കേണ്ട സങ്കേതങ്ങളിൽ പോണ്ട. 1. 2, പൂർവാചാര്യന്മാർ പറഞ്ഞു തരുന്നതിനനുസരിച്ച്, ഇതിപ്പോൾ ഇന്നത്തെ പരിഷ്കാരത്തിൽ ഇത് പറഞ്ഞാൽ എന്തോ പിന്തിരിപ്പൻ, ഇയാൾ പണ്ടെങ്ങാണ്ട് ജനിക്കേണ്ട ആളായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞെന്ന് വരും. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിരോധമില്ല. ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീയുടെ ശരീരം ഇളമിക്കുന്നുണ്ട്.
നല്ല കഷായമൊക്കെ കുടിച്ചാൽ ഇളമിക്കുന്നത് പോലെ ഇളമിക്കുന്നുണ്ട്. അതുകൊണ്ട് കഠിനാധ്വാനങ്ങളൊന്നും ചെയ്യരുത്. എവിടെയെങ്കിലും ഒരു സ്ഥലം അടങ്ങിയിരിക്കുക. അന്ന് വീട്ടുപണിയൊക്കെ മറ്റുള്ളവർ ചെയ്യട്ടെ. സ്വാമി ഇപ്പം അത് പറ്റില്ല, പണ്ട് കൂട്ടുകുടുംബം ആകുമ്പോൾ ഒക്കെ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുട്ടിയും ഒറ്റയ്ക്കാ ജീവിക്കണത്. എന്നാൽ പിന്നെ അത് അവനെന്താ പണി, അവൻ ചെയ്തോട്ടെ. എനിക്കിന്ന് പറ്റില്ല, ഞാൻ ലീവില. ഞാൻ അന്ന് ലീവാ. എന്നല്ല, ആർത്തവ ദർശനം എത്ര ദിവസമുണ്ടോ അത്ര ദിവസം ഞാൻ ലീവില്ല. നിങ്ങൾ പണിയൊക്കെ എടുത്തോളൂ. അന്ന് ഭർത്താവ് എടുക്കട്ടെ പണി, എന്താ കുഴപ്പം? ഡയറക്റ്റൊന്നും എടുക്കാൻ പറ്റില്ലേ? എന്നാ എന്താ ഗുണം? ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അത് പറഞ്ഞാൽ. എന്താ ഗുണം വെച്ചാൽ ഡോക്ടർക്ക് കൊടുക്കണ പൈസ കുറച്ച് കുറയ്ക്കാം. സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ആർത്തവ ദിവസങ്ങളിൽ ആർത്തവത്തെ മറച്ചു വെക്കാനുള്ള പല പരിപാടികളും ഉണ്ട്. ആരുടെ മുമ്പിൽ മറച്ചു വയ്ക്കും? നാട്ടുകാരുടെ മുമ്പിൽ. അത്രയേ ഉള്ളൂ. തനിക്കറിയാം. അപ്പം എല്ലാ പണിയെടുക്കും. മറ്റെല്ലാ ദിവസവും ഉള്ളതുപോലെ ആർത്തവ ദിവസവും അധ്വാനിക്കും. ഒരു 35-40 വയസ്സങ്ങോട്ട് കഴിഞ്ഞിട്ട് നടുവേദന ഇല്ലാത്ത, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ഗർഭപാത്ര സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളില്ലാത്ത എത്ര സ്ത്രീകളുണ്ട്? സത്യം തുറന്നു പറയണം. മുത്തശ്ശിമാരോടും ചോദിച്ചു നോക്കും, അവർക്കിത് അറിയാനുണ്ടായിരുന്നില്ല. നടുവേദനയും ഈ ഗർഭപാത്ര സംബന്ധമായ രോഗമൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. എന്തേ? അവർ ആർത്തവകാലത്ത് വിശ്രമിച്ചിരുന്നു. ദയവ് ചെയ്ത് ഇത് നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ പറഞ്ഞു കൊടുത്തു എന്നുള്ളൊരു കൃതാർത്ഥത നമുക്കുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞോന്ന് നിങ്ങൾ മറുപടി പറയണം. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ട്, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് എത്ര പേർക്ക് ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളോ നടുവേദനയോ ഇല്ലാത്ത സ്ത്രീകളുണ്ട്? ഈ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കൈപൊന്തിക്കുക. ഉണ്ടാവില്ല. എന്നാൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. ആർത്തവ ദിവസങ്ങളിൽ പരിപൂർണമായി വിശ്രമിക്കുക. ഇത് ശാരീരികമായൊരു വിഷയമാണ്. അതുകൊണ്ട് കേവലം അമ്പലത്തിൽ പോകാണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു പണിയെടുക്കരുത് എന്ന് കൂടി പറയുകയാണ്. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. അത് അവരുടെ ഇഷ്ടം.